സൗദി അറേബ്യ ഇപ്പോൾ ഉക്രൈനിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ പോകുന്നു എന്നുള്ളൊരു ഞെട്ടിക്കുന്ന വിവരമാണ് കേൾക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെല്ലാം സംരക്ഷകൻ അമേരിക്കയാണെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഉക്രൈനിൽ നിന്ന് സൗദി അറേബ്യ ആയുധം വാങ്ങുന്നത്. എന്താ അതിൻ്റെ വാസ്തവം? ഇത് മറ്റേ കീവ് ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഉക്രൈനിലെ പ്രധാനപ്പെട്ട പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാർത്തയാണ്. അത് കീവ് ഇൻഡിപെൻഡൻറ്റിൽ തന്നെ ഞാൻ വായിച്ചു ഇത്. കാരണം ഇറാൻ ഇന്റർനാഷണലിൽ ഇത് പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോഴാണ് ഈ ഒറിജിനൽ അവർ കോട്ട് ചെയ്തിരുന്നു, കീവ് ഇൻഡിപെൻഡൻറ്റ് റിപ്പോർട്ട് ചെയ്തതാണെന്ന്. അപ്പോൾ കീവ് ഇൻഡിപെൻഡൻറ്റിൽ തന്നെ ഞാൻ ഈ വാർത്ത വായിച്ചു. അപ്പോൾ സൗദിയിലെ ഒരു ആയുധ കമ്പനി ഇൻ്റർസെപ്റ്റർ മിസൈലുകൾ വാങ്ങിക്കുന്നു എന്നാണ് ഈ ആഴ്ച ഒടുവിൽ ഇതിൻ്റെ കരാർ ഒപ്പിടും എന്ന് ആ വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ എഴുതിയിരിക്കുന്നത് കീവ് ഇൻഡിപെൻഡൻറ്റിൽ കൊള്ളൻ പോസ്റ്റ് എന്ന് പറഞ്ഞ ലേഖകനാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഇറാൻ ഷഹീദ് ഡ്രോൺസ് ഉണ്ടല്ലോ, ഇറാൻ്റെ ഈ ഷഹീദ് ഡ്രോൺസിനെ ഒക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മിസൈലുകളാണ് സൗദിക്ക് വേണ്ടത്. അപ്പോൾ ഇറാനെതിരെ ഈ നേരത്തെ സിനുജി ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഈ അമേരിക്കയുടെ സംരക്ഷണം കിട്ടില്ല എന്നുള്ളത് ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടു, വേറെ സഹായങ്ങൾ തേടണം എന്നുള്ളതാണ്. അപ്പൊ ഈ കൂട്ടത്തിൽ തന്നെ റഷ്യ എന്തായാലും ഇറാന്റെ കൂടെയാണല്ലോ. അപ്പൊ റഷ്യയുടെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ആയുധം മേടിക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യുന്നത്. ഇസ്രയേലിനാണെങ്കിൽ അയൺ ഡോം ഉണ്ട്. ഗൾഫ് രാജ്യങ്ങൾക്ക് കൊറിയൻ നിർമ്മിത ചിയോങ് 2, പിന്നെ അമേരിക്കയുടെ താഡ് പാട്രിയറ്റ്, ഇതൊക്കെയാണല്ലോ മിസൈലിനെ ചെറുക്കാനായിട്ടുള്ളത്. അപ്പോൾ യുക്രൈനാണെങ്കിൽ ചെലവ് കുറവാണ്. ഈ ഇൻ്റർസെപ്റ്റർ മിസൈലുകൾ, ഇൻ്റർസെപ്റ്റർ ഡ്രോണുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഡ്രോണുകളൊക്കെ ചെലവ് കുറഞ്ഞതാണ്. അപ്പോൾ അത് വാങ്ങിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 3 ദിവസം ഈ ഇൻ്റർസെപ്റ്റർ ഡ്രോണുകൾ 800 എണ്ണം ഉപയോഗിച്ചതായിട്ട് സെലൻസ്കിയും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ചെലവ് കുറഞ്ഞതായതുകൊണ്ട് റഷ്യക്കെതിരെ ധാരാളം ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ട്രയാഡ ട്രേഡ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞ കമ്പനി, യുക്രൈനിലെ കമ്പനി, ആയുധ കമ്പനി എന്ന് പറഞ്ഞാൽ ആയുധ വിൽപ്പനയ്ക്ക് നിൽക്കുന്ന കമ്പനിയാണ്. അവര് ഈ ഇറാന്റെ ഷഹീദുകളെ കൈകാര്യം ചെയ്യാൻ ഈ ഉക്രൈനിൽ നിന്ന് ആയുധം വേണമെന്ന് അമേരിക്കയുടെ തന്നെ ഒരു അപേക്ഷ വന്നതായിട്ട് ഉക്രൈനിലെ ഈ ആയുധ കമ്പനി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കയും സമീപിച്ചിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 2015 സൗദി ഒരുപാട് അനുഭവിച്ചതാണ്. ഇതിനു മുമ്പ് ഈ റോക്കറ്റ് ആക്രമണങ്ങളുണ്ടല്ലോ, ഊത്തികളുടെയൊക്കെ ധാരാളം 2015 മുതൽ അനുഭവിക്കുന്നുണ്ട്. ഇനി അനുഭവിക്കാൻ പറ്റില്ല എന്ന് സൗദി തീരുമാനിക്കുന്നു. മാത്രമല്ല, സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഒരു കരാറിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ യുക്രൈൻ്റെ ഇൻ്റർസെപ്റ്റർ ഡ്രോൺസ് 6300 ഫ്ലൈറ്റുകൾ ഇതുവരെ നടത്തിയതായിട്ട് സെലൻസ്കി പറഞ്ഞിട്ടുണ്ട്. 1500 റഷ്യൻ ഡ്രോണുകളെ, UAV അൺമാൻഡ് എയർക്രാഫ്റ്റ് 1500 റഷ്യൻ ഡ്രോണുകളെ തകർക്കുകയും ചെയ്തു. ഈ യുക്രൈൻ്റെ ഇൻ്റർസെപ്റ്റർ ഡ്രോണുകൾ തകർത്തു. അപ്പോൾ യുക്രൈൻ്റെ പട്ടാള മേധാവി അലക്സാണ്ടർ സിർസ്കി തന്നെ ഇത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇൻ്റർസെപ്റ്റർ ഡ്രോണുകൾ ഗംഭീരമായി പ്രവർത്തിക്കുന്നത്. യുക്രൈൻ്റെ ഈ ഇൻ്റർസെപ്റ്റർ ഡ്രോണുകൾ ഓക്ടോപസ് CTC, അത് TAF ഇൻഡസ്ട്രീസ് ആണ് നിർമ്മിക്കുന്നത്. അതുപോലെ PI സൺ, അത് സ്കൈഫോൾ എന്ന് പറഞ്ഞ കമ്പനിയാണ് നിർമ്മിക്കുന്നത്. പിന്നെ ഗൂഗിളിൻ്റെ സഹസ്ഥാപകനായിരുന്ന എറിക് ഷ്മിറ്റ് മെറോപ്സ് എന്ന് പറഞ്ഞ ഡ്രോണുകളും നിർമ്മിക്കുന്നുണ്ട് യുക്രൈനിൽ. അപ്പോൾ ഇതൊക്കെ സൗദി വാങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത്. അതുപോലെ വൈൽഡ് ഹോർണറ്റ്, ഈ സ്റ്റിംഗ് ഇൻ്റർസെപ്റ്റർ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഈ
ഈ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ഈ വൈൽഡ് ഹോർണറ്റ്, ഈ സ്റ്റിംഗ് ഇൻ്റർസെപ്റ്റർ ഡ്രോണുകളാണ് എന്നും കണക്കുണ്ട്. ഈ ഇൻ്റർസെപ്റ്റർ ഡ്രോണുകൾ, സ്റ്റിംഗ് ഡ്രോണുകൾ മാസം 10,000 യൂണിറ്റുകൾ, 10,000 എണ്ണം ഇപ്പോൾ ഒരുപാട് ആവശ്യമുള്ളത് കൊണ്ട് യുക്രൈനിൽ ഇത് ഇങ്ങനെ ചൂടപ്പം പോലെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റിംഗ് ഇൻ്റർസെപ്റ്റർ ഡ്രോണുകൾ വൈൽഡ് ഹോർണറ്റ് ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് കമ്പനിയുമായിട്ടാണ് സൗദിയുടെ കരാറെന്ന് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഈ വൈൽഡ് ഹോർണറ്റ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. യുക്രൈൻ്റെ ആയുധ കമ്പനി, ഈ ഫൈൻ പോയിന്റ് എന്ന് പറഞ്ഞ ആയുധ കമ്പനി UAEയുടെ എഡ്ജ് എന്ന് പറഞ്ഞ കമ്പനി, UAEയുടെ എഡ്ജ് എന്ന് പറഞ്ഞ ആയുധ കമ്പനിയിൽ യുക്രൈൻ്റെ ആയുധ കമ്പനി ഫൈൻ പോയിന്റ് 30% ഓഹരി എടുത്തിട്ടുണ്ട്. അപ്പോൾ UAEക്കും യുക്രൈനുമായിട്ട് ഒരു ആയുധ ബന്ധം ഉണ്ട്. ഒരു യുക്രൈൻ ആയുധ കമ്പനിയിൽ UAE കമ്പനിക്ക് 30% ഓഹരിയുണ്ട്. $760 മില്യൺ ആണ് നിക്ഷേപിച്ചിരിക്കുന്നത്. അതെന്തു പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അബുദാബിയിലായിരുന്നു ആദ്യത്തെ ഷോ. ഈ കമ്പനിയുടെ FP5 ഫ്ലാമിംഗോ ക്രൂസ് മിസൈലിൻ്റെ ആദ്യത്തെ ഷോ അബുദാബിയിലായിരുന്നു. അങ്ങനെയാണ് ഈ UAE കമ്പനി ഫൈൻ പോയിന്റ് എന്ന് പറഞ്ഞ UAE ആയുധ കമ്പനിയിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറയാം, ഇത്രയും കാലം ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ തന്നെ അമേരിക്ക ഒരു സൈനിക താവളം ഉണ്ടാക്കി അവരുടെ നേട്ടത്തിന് വേണ്ടി കൊയ്യുകയായിരുന്നു. ഇപ്പോൾ അമേരിക്കയ്ക്ക് പല താല്പര്യങ്ങളും ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുണ്ട്. മാത്രമല്ല ഈ രാജ്യങ്ങളിൽ നിന്ന് വലിയ തോതിൽ നിക്ഷേപം അവിടെ ആകർഷിക്കുന്നുണ്ട്. ഇപ്പോൾ UAE അടുത്ത സമയത്ത് തന്നെ അവിടെ നിക്ഷേപം നടത്താനും ചില അമേരിക്കയിൽ ഗൾഫ് രാജ്യങ്ങൾ ധാരാളം. ട്രംപ് വന്നിട്ട് സൗദിയിൽ വന്നിട്ട് നിക്ഷേപങ്ങൾ പോരാ, 500 പോലെ 600 വേണം. അപ്പൊ ഈ നിക്ഷേപങ്ങളൊക്കെ ആകർഷിച്ചിട്ട് അവർക്ക് സംരക്ഷണം കൊടുക്കുമെന്ന് പറയുന്നത് തട്ടിപ്പാണെന്ന് ഈ ഒരൊറ്റ യുദ്ധ സമയത്ത് ഈ GCC രാജ്യങ്ങൾക്ക് മനസ്സിലായി. മാത്രമല്ല അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൊള്ളാമല്ലോ എന്നുള്ള ഒരു നിലപാടുണ്ട്. പക്ഷെ അമേരിക്കയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവരിൽ നിന്ന് തന്നെ ആയുധങ്ങൾ മേടിക്കുന്നു. ഭാവിയിൽ ഇന്ത്യയുമായിട്ട് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള ആയുധ കരാറിലൊക്കെ ഏർപ്പെടാനും സാധ്യത. കുറച്ച് ദിവസം ചർച്ച നടത്തുമ്പോൾ ഈ യുക്രൈനിൽ നിന്നും മേടിക്കുന്നു എന്നുള്ള വിവരങ്ങൾ അറിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ കാണുന്നത് ഇന്ത്യയിൽ നിന്ന് ധാരാളം ആയുധങ്ങൾ വരും കാലത്ത് ഈ ഗൾഫ് രാജ്യങ്ങൾ വാങ്ങിക്കും എന്ന് തന്നെയാണ്. ഗൾഫ് നമ്മുടെ ഒരു ഒന്നാന്തരം വിപണിയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. കാരണം ചൈനീസ് ആയുധങ്ങളൊന്നിനും കൊള്ളുകയില്ല എന്ന് പാകിസ്ഥാന്റെ ഉദാഹരണങ്ങളുണ്ട്. മാത്രമല്ല UAE ആയിട്ടും സൗദി ആയിട്ടൊക്കെ നമുക്ക് നല്ല ഗംഭീരമായ ബന്ധമാണ്. ഈ ട്രംപ് പോയി പലതോടെ കെട്ടി വച്ചിരുന്നെങ്കിലും അത് കഴിഞ്ഞ് ദോഹയിൽ ആക്രമണം നടന്നില്ല ഇസ്രയേലിന്റെ, അല്ലേ? അപ്പോൾ അവിടെ ആക്രമണങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്, സംരക്ഷണമൊന്നും കിട്ടുന്നില്ല. അമേരിക്കയിൽ കൊണ്ടുപോയി ഗൾഫ് രാജ്യങ്ങൾ ധാരാളം നിക്ഷേപം നടത്തുന്നുണ്ട്. അതിന് തിരിച്ച് ഉപകാരസ്മരണയൊന്നും ട്രംപിന്റെ ഭാഗത്തു നിന്നില്ല. ഇതൊക്കെ വളരെ വ്യക്തമാണ്. ഒരു സംരക്ഷണവും ഈ യുദ്ധത്തിൽ അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവർ ഡൈവേഴ്സിഫൈ ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് യുക്രൈനിൽ നിന്ന് സൗദി ആയുധം വാങ്ങുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്ത നമ്മൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.